സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് എത്തിയ വളരെ നിർണായകമായ ഒരു വാർത്ത, യമനിലെ ഹൂത്തി നേതൃത്വത്തിന് അതിശക്തമായൊരു തിരിച്ചടി നൽകുവാൻ ഇസ്രായേലിന് സാധിച്ചു എന്നുള്ളതാണ്. ഇസ്രായേൽ ഭരണകൂടം ഇത് കൺഫേം ചെയ്തു വരുന്നതേ ഉള്ളൂ. മിക്കവാറും ന്യൂസ് ചാനലുകളിലൊക്കെ ഈ വാർത്ത ഈ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞത്തേക്ക് എത്തിപ്പെടുന്നതേ ഉള്ളൂ. ഇത് പ്രധാനമായിട്ടും ഇസ്രായേലിലെ ചാനൽ 13-ഉം വൈനെറ്റും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ടൈംസ് ഓഫ് ഇസ്രായേലിലാണ് ഇന്റർനെറ്റിൽ ആദ്യമായിട്ട് ഈ ന്യൂസ് നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത്. ഇത് കൂടാതെ യമനിലെ ഭരണപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന യമന്റെ ചെറിയൊരു ഭാഗം, യമന്റെ തെക്കൻ ഭാഗം ഔദ്യോഗിക ഭരണപക്ഷത്തിന്റെ കയ്യിലാണ്. ഹൂത്തികളുടെ കയ്യിൽ പെടാതെ നിൽക്കുന്ന ചെറിയൊരു ഭാഗമുണ്ട്. ആ പ്രദേശത്തെ പ്രസിദ്ധീകരണങ്ങളായിട്ടുള്ള അൽ ജുംഹിയ ചാനൽ എന്ന് പറയുന്ന ഒരു ചാനലും ആദൻ അൽ ഖാദ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പറും ഈ വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാന വിഷയം ഇതാണ്: PM ഓഫ് ദി ഇറാൻ ബാക്ക്ഡ് ഹൂതി ഓഫ് യമൻ അഹമ്മദ് അൽ റഹാവി ഈസ് കിൽഡ് ബൈ ഇസ്രായേൽ. അതായത് അഹമ്മദ് അൽ റഹാവി എന്ന് പറയുന്ന ആളാണ് ഈ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമന്റെ പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം വധിക്കപ്പെട്ടു എന്നുള്ളതാണ് വാർത്ത. ഇപ്പം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് വളരെ ശക്തമായൊരു ആക്രമണം ഈ യമന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള സനായിൽ ഇസ്രായേൽ നടത്തിയിരുന്നു. ഇസ്രായേൽ പലവട്ടമായി യമൻ ആക്രമിക്കുന്നു. ഇത് 16ാമത്തെ അറ്റാക്കാണ്, 16ാമത്തെ റൗണ്ട് ഓഫ് അറ്റാക്കാണ്. അപ്പൊ അവര് ഓരോ തവണയും അറ്റാക്ക് ചെയ്യുമ്പോൾ ഹൂതിയുടെ ശക്തി കേന്ദ്രങ്ങൾ, കൂടാതെ ഹൂതിക്ക് എനർജി ലഭിക്കാൻ സാധ്യതയുള്ള ഊർജത്തിന് സാധ്യതയുള്ള പെട്രോളിയം സൗകര്യങ്ങള്, അതുപോലെ പവർ സ്റ്റേഷൻസ്, എയർപോർട്ടുകള്, മിസൈൽ ലോഞ്ചിങ് പാഡുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് എപ്പോഴും ആക്രമണം നടത്തുന്നത്. വ്യക്തികളെ ടാർഗറ്റ് ചെയ്തിട്ട് ഇതുവരെ ഇസ്രായേല് അവിടെ ആക്രമണം നടത്തിയിരുന്നില്ല. ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ്, അവരുടെ ഇന്റലിജൻസ് നെറ്റ്വർക്കിൽ അവർക്ക് ഇന്റലിജൻസ് വിവരങ്ങൾ ഗ്യാദർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുകൂടാതെ തന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ ഹൂതി നേതൃത്വത്തെ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് നേതൃത്വത്തിനെ ധരിപ്പിച്ചിരുന്നത് അവര് തൽക്കാലത്തേക്ക് ഹൂതിയുടെ നേതൃത്വത്തിൽപ്പെടുന്ന ആളുകളെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പൊ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യില്ല എന്നുള്ള ഈ ഒരു കോൺഫിഡൻസിൽ യമന്റെ ക്യാപിറ്റലായിട്ടുള്ള സനയുടെ പുറത്ത് ഒരു അപ്പാർട്ട്മെന്റില് ഈ പ്രൈം മിനിസ്റ്റർ അടക്കമുള്ള ആളുകള് ചേരുകയും 10 സീനിയർ ഹൂതി മിനിസ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അവര് വസ്തുതയോടെ ഗ്യാദർ ചെയ്തിട്ടുള്ളത് അബ്ദുൾ മാലിക് അൽ ഹൂത്തി എന്ന് പറയുന്ന ഹൂതികളുടെ ഒരു ഖമനയുണ്ട്. ഖമനയ്ക്ക് ഈക്വലന്റ് ആയിട്ട് ഹൂതികൾക്ക് അവിടെ ഒരു ലീഡറുണ്ട്. അവരുടെ മത നേതാവ് തന്നെയാണ്. അപ്പൊ ആ ലീഡറിന്റെ പേര് അബ്ദുൾ മാലിക് അൽ ഹൂത്തി എന്നാണ്. ഇദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് അത് അവിടെ ലോക്കൽ ചാനലിൽ പബ്ലിഷ് ചെയ്യാനുള്ള സ്പീച്ചാണ്. ആ സ്പീച്ച് നമ്മളുടെ ഈ ഖമനയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ വെറുതെ TV ചാനലിനോട് സംസാരിക്കുകയല്ല ചെയ്യുക. TV ചാനലിൽ കുറച്ച് ഓഡിയൻസും ഉണ്ടാവും. അപ്പൊ ആ ഓഡിയൻസ് ആയിട്ട് വളരെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളാണ് ഇരിക്കുക. അപ്പൊ ഇതിനകത്ത് 10 സീനിയർ മിനിസ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനകത്ത് ഈ അബ്ദുൾ മാലിക് അൽ ഹൂതി ഈ കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ ഇറ്റ് ഇസ് എ പ്രൈസ് കാച്ച്. കാരണം ഖമനയ്ക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ഹൂതികളുടെ ഇടയിലുള്ള ഫിഗറാണ് ഈ അബ്ദുൾ മാലിക് അൽ ഹൂത്തി എന്ന് പറയുന്ന ആൾ. അപ്പൊ ഇദ്ദേഹത്തെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ആരെയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങളില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പ്രസിദ്ധീകരണങ്ങളൊക്കെ പുറത്തുവിട്ടതനുസരിച്ച് അഹമ്മദ് അൽ റഹാവി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്, പ്രൈം മിനിസ്റ്റർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. സന എന്ന് പറയുന്നത് ക്യാപിറ്റൽ സിറ്റിയുടെ പുറത്തുള്ള ഒരു സ്ഥലത്താണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഇവര് ഈ ക്യാപിറ്റൽ സിറ്റിയാണ് പ്രധാനമായിട്ടും അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം ഈ ക്യാപിറ്റൽ സിറ്റിയിൽ ഇസ്രായേലിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ശ്രദ്ധ മുഴുവൻ ക്യാപിറ്റൽ സിറ്റിയിൽ പതിയുന്ന സമയത്ത് ഈ ക്യാപിറ്റൽ സിറ്റിയുടെ പുറത്തുള്ള സ്ഥലത്ത് ഇവർ നടത്തുന്ന ഇങ്ങനത്തെ ഒരു മീറ്റിംഗിലേക്ക് ഈ ഇസ്രായേലിന്റെ ശ്രദ്ധ പതിയുകയില്ല എന്നൊരു ധൈര്യത്തിലാണ് ഇവരിങ്ങനെ ഒരു അപ്പാർട്ട്മെന്റിൽ ഇത് നേതൃത്വത്തിന് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളുകൾ മുഴുവൻ ചേർന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ ചാനൽ 13-ഉം വൈനെറ്റും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദ അസസ്മെന്റ് ദാറ്റ് ദ എൻറ്റയർ മിലിറ്ററി ആൻഡ് ഗവൺമെന്റൽ എലൈറ്റ് ഓഫ് ഹൂത്തീസ് വാസ് എലിമിനേറ്റഡ് ഇൻ ദ അറ്റാക്ക് ഈസ് ഗ്രോയിങ്. അതായത് ഈ ഹൂത്തികളുടെ എൻറ്റയർ മിലിറ്ററി ആൻഡ് ഗവൺമെന്റൽ എലൈറ്റ്, മിലിറ്ററിയുടെ തലപ്പത്തുള്ള ആളുകളും ഗവൺമെന്റ് തലപ്പത്തുള്ള ആളുകളും പൂർണ്ണമായിട്ടും തുടച്ചു നീക്കപ്പെട്ടു എന്നുള്ളൊരു ധാരണ ശക്തിപ്പെട്ടു വരികയാണ് എന്ന് പറഞ്ഞാൽ അസസ്മെന്റ് ആണ്, ശക്തിപ്പെട്ടു വരികയാണ് എന്നാണ് ഈ ചാനൽ 13-ഉം വൈനെറ്റും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആരൊക്കെയാണ് കൊല്ലപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ ഹൂത്തികളുടെ സ്പോക്സ് പേഴ്സൺ പറയുന്നത് അവിടെ കുറച്ച് സിവിലിയൻസിനെ ഇസ്രായേൽക്കാർ കൊന്നിട്ടുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ സൗദി അറേബ്യയിൽ നിന്നുള്ള ന്യൂസുകളും സൂചിപ്പിക്കുന്ന അവരുടെ പ്രൈം മിനിസ്റ്റർ മരിച്ചു എന്നുള്ള കാര്യം കൺഫേം ചെയ്യപ്പെടുന്നുണ്ട്. കൂടാതെ അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള മുഹമ്മദ് നാസർ അൽ അറ്റാഫി
അതുപോലെ മിലിറ്ററി ചീഫ് ഓഫ് സ്റ്റാഫ് ആയിട്ടുള്ള മുഹമ്മദ് അൽ ഖമാരി എന്നീ ആളുകൾ കൊല്ലപ്പെട്ടതായിട്ട് സൂചനകൾ ലഭിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അവിടെ ഉണ്ടായിരുന്നത് 10 സീനിയർ മിനിസ്റ്റേഴ്സ്, ഹൂതികളുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള 10 മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, മിലിറ്ററി പേഴ്സണൽസ് ഉണ്ടായിരുന്നു. അത് കൂടാതെ ദ ടോപ്പ് മോസ്റ്റ് ഫിഗർ അബ്ദുൾ മാലിക് അൽ ഹൂത്തി എന്ന് പറയുന്ന ഹൂതികളുടെ ഖമനേയും ഉണ്ടായിരുന്നു. ആ സ്ഥലത്താണ് ആക്രമണം നടന്നിട്ടുള്ളത്. അപ്പൊ അതിൽ ഈ പ്രൈം മിനിസ്റ്റർ മരിച്ചു എന്നുള്ള വാർത്തയ്ക്കാണ് ഏറ്റവും പ്രധാനമായിട്ട് സ്ഥിരീകരണം ലഭിച്ചിട്ടുള്ളത്. അതിന്റെ കൂടെ മുഹമ്മദ് നാസർ അൽ അറ്റാഫിയും, ദറ്റ് ഈസ് ഡിഫൻസ് മിനിസ്റ്റർ, ആൻഡ് മിലിറ്ററി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അൽ ഖമാരിയും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ആരെ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇന്റലിജൻസ് ഗ്യാതറിംഗ് വഴി മാത്രമേ ലഭിക്കുകയുള്ളൂ. കാരണം ഹൂതികൾ ഒരു കാരണവശാലും ഈ വാർത്ത പുറത്തുവിടുകയില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കൊന്നും ആ സ്ഥലത്തേക്ക് ആക്സസ് ഇല്ല. ഇത് ഇന്റലിജൻസ് വർക്ക് വഴി മാത്രം പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ന്യൂസുകളാണ്. ഈ കൊല്ലപ്പെട്ട ആളുകളുടെ ഡീറ്റെയിൽസ് ഒരു കാരണവശാലും ഇവര് പുറത്തുവിടാനുള്ള സാധ്യതയുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിന്റെ 16ാമത്തെ അറ്റാക്കാണ് സനയിൽ ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. ഹൂതികള് 112 തവണ ഇസ്രായേൽ നേരെ ബാലിസ്റ്റിക് മിസൈൽസ് അയച്ചിട്ടുണ്ട്. ഇസ്രായേലും യമനും തമ്മിലുള്ള ദൂരം ഏകദേശം 2000-ഓളം കിലോമീറ്റർ ആണെന്ന് ഓർക്കണം. ഇതില് 112 ബാലിസ്റ്റിക് മിസൈൽസ് ഇസ്രായേലിന് നേരെ ഹൂതികൾ അയച്ചിട്ടുണ്ട്. 23 ഡ്രോണുകൾ അയച്ചിട്ടുണ്ട്. ഇതിൽ 23 ഡ്രോണിൽ ഒരു ഡ്രോൺ പോലും ഇസ്രായേലിൽ പ്രവേശിച്ചിട്ടില്ല. ബാലിസ്റ്റിക് മിസൈലിൽ വളരെ ചുരുക്കം എണ്ണങ്ങൾ ഇസ്രായേൽ പ്രവേശിക്കുകയും ഒരാളെ അവർക്ക് കൊല്ലാൻ സാധിക്കുകയും കുറച്ചു പേർക്ക് പരിക്കേൽപ്പിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ ഹൂതികളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിനിടയിലൂടെ IDF ഗാസയിൽ മുന്നേറുകയാണ്. കൂടാതെ ഗാസ സിറ്റിനെ ഒരു കോമ്പാറ്റ് സോണായി IDF പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗാസ സിറ്റി ഈസ് ഡിക്ലെയർഡ് എസ് എ കോമ്പാറ്റ് സോൺ എന്നുള്ളതാണ്. ആ ഡിക്ലറേഷന് വളരെ പ്രാധാന്യമുണ്ട്. അതായത് ഗാസ സിറ്റിയിൽ ആരുടെയും ജീവന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. കംപ്ലീറ്റ് ഫുള്ളി മിലിറ്ററി ഓപ്പറേഷണൽ എന്നാണ്. അപ്പൊ അവിടേക്ക് പത്രക്കാരനായിട്ട് പോയി, അല്ലെങ്കിൽ പിന്നെ UN സ്റ്റാഫ് ആയിട്ട് പോയി, അതല്ലെങ്കിൽ റെഡ് ക്രോസ് ആയിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതൊരു കോമ്പാറ്റ് സോണാണ്. കോമ്പാറ്റ് സോണിൽ പോകുന്ന സമയത്ത് റെഡ് ക്രോസുകാർക്ക് മാത്രം പ്രൊട്ടക്ഷനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതിന് പ്രോട്ടോകോൾസ് ഉണ്ട്. അതല്ലാതെ വേറെ ആർക്കും അവിടെ യാതൊരു തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. വിച്ച് മീൻസ് ദാറ്റ് ഗാസ സിറ്റിയിലെ ആരും എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം, വേണമെങ്കിൽ സിറ്റിയിൽ ഒഴിഞ്ഞു പോയിക്കൊള്ളൂ എന്നുള്ള മെസ്സേജാണ് ഇതിന്റെ ഇൻ ഇഫക്റ്റിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.